കർണാടക സർക്കാർ ഇന്ന് 3 വർഷം തികയ്ക്കുകയാണ്. ജനപ്രിയ പദ്ധതികളുമായി അധികാരത്തിലേറിയ സിദ്ധരാമയ്യ സർക്കാരിന് കഴിഞ്ഞ 3 വർഷവും വെല്ലുവിളിയായത് പ്രതിപക്ഷത്തേക്കാൾ ഉൾപാർട്ടി പോരാണ്. സിദ്ധരാമയ്യ അധികാരം DK ശിവകുമാറിന് കൈമാറുമോ എന്നാണ് 3ാം വാർഷികത്തിലും ഉയരുന്ന ചോദ്യം. ನನ್ನ ಕರ್ತವ್ಯಗಳ ಯುಕ್ತ ನಿರ್ವಹಣೆಗೆ ಅಗತ್ಯವಾಗಬಹುದಾದ ಸಂದರ್ಭದಲ್ಲದೆ ಅನ್ಯತಾ ಯಾರೇ ವ್ಯಕ್ತಿಗೆ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരിടത്തും ഭരണത്തിലില്ലാതിരുന്ന കോൺഗ്രസിന് കാത്തിരുന്ന് കിട്ടിയ കനിയായിരുന്നു സിദ്ധരാമയ്യ സർക്കാർ. സിദ്ധരാമയ്യയുടെ ജനപ്രിയ ഇമേജ് വോട്ടായി മാറിയപ്പോൾ പാർട്ടി സംവിധാനത്തെ ആളും അർത്ഥവുമിറക്കി ചലിപ്പിച്ച് നേട്ടം കൊയ്യിപ്പിച്ചത് DK ശിവകുമാറിൻ്റെ മിടുക്കായിരുന്നു. 135 എന്ന വലിയ ഭൂരിപക്ഷത്തിലാണ് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറിയത്. ഇരുപക്ഷവും ഈ വിജയത്തിൽ അവകാശവാദം ഉന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അന്നേ പിടിവലി തുടങ്ങി. ഡൽഹിയിലും ബംഗളൂരുവിലുമായി മാരത്തൺ ചർച്ചകൾ തുടങ്ങി. ഒടുവിൽ സിദ്ധരാമയ്യയുടെ ജനപ്രീതിക്ക് തന്നെ കൂടുതൽ മാർക്ക് വീണു. അങ്ങനെ സിദ്ധരാമയ്യ 2023 മെയ് 20-ാം തീയതി കർണാടകയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, 200 യൂണിറ്റ് വരെ ഓരോ കുടുംബത്തിനും സൗജന്യ വൈദ്യുതി, സ്ത്രീകൾക്ക് പ്രതിമാസം 2000 രൂപ വേതനം എന്നിങ്ങനെ തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും സർക്കാർ ആദ്യ വർഷം തന്നെ പൂർത്തിയാക്കി. വലിയ കയ്യടിയാണ് ജനങ്ങളിൽ നിന്ന് സർക്കാരിന് ലഭിച്ചത്. പക്ഷേ പോകെ പോകെ ഈ ഗ്യാരണ്ടികൾ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കി. KSRTC നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. സർക്കാർ സഹായം നൽകിയെങ്കിലും നഷ്ടം ഇപ്പോഴും തുടരുകയാണ്. സർക്കാർ 2ാം വാർഷികം പൂർത്തിയാക്കിയതിന് പിന്നാലെ തന്നെ അധികാര കൈമാറ്റത്തിനുള്ള മുറവിളി ഉയർന്നു. DK പക്ഷം അതിനുവേണ്ടിയുള്ള ചരടുവലികൾ ഊർജിതമാക്കി. വീണ്ടും ഡൽഹിയിലും ബംഗളൂരുവിലും മാരത്തൺ ചർച്ചകൾ. സിദ്ധരാമയ്യ DK ശിവകുമാർ പക്ഷങ്ങൾ ചേരിതിരിഞ്ഞ് യോഗങ്ങൾ ചേർന്നു. പരസ്യ പ്രസ്താവനകൾ രംഗം വഷളാക്കി. ഡൽഹിയിലേക്ക് പരാതി പ്രവാഹമായി. ഒടുവിൽ ഹൈക്കമാൻഡ് വടിയെടുത്തോടുകൂടിയാണ് സ്ഥിതി ശാന്തമായത്. സർക്കാർ ഇന്ന് 3 വയസ്സ് തികയുമ്പോഴും സ്ഥിതിഗതികൾ ഒട്ടും ശാന്തമല്ല. DK പക്ഷം മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ചരടുവലികൾ ഊർജിതമാക്കുകയാണ്. പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷമാണ് സിദ്ധരാമയ്യയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നത്. അതിനിടയിൽ ദളിത് മുഖ്യമന്ത്രി വരട്ടെ എന്നുള്ള ഒരാവശ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. G പരമേശ്വരയെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിലെ ദളിത് MLA-മാരും മന്ത്രിമാരും യോഗം ചേർന്ന് ഹൈക്കമാൻഡിന് മുന്നിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഖാർഗെയുടെ നിലപാട് നിർണായകമാകും. ഏതായാലും തെലങ്കാനയിലും കേരളത്തിലും കർണാടകയ്ക്ക് പിന്നാലെ ഭരണം പിടിക്കാൻ കോൺഗ്രസിനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ കർണാടകയിൽ ഏതെങ്കിലും ഒരു നേതാവിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോഴത്തെ ആ ഭരണം താഴെ വീഴുന്നത് കോൺഗ്രസിന് ചിന്തിക്കാനേ സാധിക്കില്ല. ഏതായാലും വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ അണികളുടെയും കർണാടകയിലെ നേതാക്കളുടെയും പ്രതീക്ഷ. ബംഗളൂരുവിൽ നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി.